നമസ്കാരം. സിലബസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കറണ്ട് അഫയേഴ്സ് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് പേപ്പർ 1 ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നവയാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തേത് ഒരു സൈക്ലോണിനെ പറ്റിയിട്ടാണ്. സൈക്ലോൺ എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കും. വിച്ച് സൈക്ലോൺ ഫോമിംഗ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ മെയ്ഡ് ലാൻഡ്ഫാൾ നിയർ ദ ബോർഡർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഇൻ 2024? എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞാൽ, സൈക്ലോൺസിനെ പറ്റി സാധാരണയായിട്ട് ഒരു PSCക്ക്, SSCക്ക്, അതുപോലെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഈ സൈക്ലോൺസ് അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് സൈക്ലോണിൽ നിന്നൊരു ചോദ്യം എടുത്തത്. ഈ ഒരു ചോദ്യം മാത്രമായിട്ട് നിങ്ങൾ ഒതുക്കരുത്. ഇത് കഴിഞ്ഞാൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് അടുത്ത കാലത്ത് വന്ന സൈക്ലോൺസ് എന്നുള്ളത്. ചിലപ്പോൾ ഒരു മാർക്ക് അതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യം, ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ വന്ന സൈക്ലോൺ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സൈക്ലോൺ ടോട്ട്കെ ആണോ, ആംഫാൻ ആണോ, റേമാൽ ആണോ, ഫാനി ആണോ? ഇതിൽ ഏതാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ 2024 വന്ന ആ ബോർഡറിൽ സംഭവിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സൈക്ലോൺ എന്നാണ്. അപ്പോൾ അത് സൈക്ലോൺ റേമാലാണ് 2024 വന്നത്. അടുത്തത്, വിച്ച് ഓർഗനൈസേഷൻ ഇഷ്യൂഡ് ടൈംലി വാർണിംഗ്സ് ഫോർ സൈക്ലോൺസ്? അല്ലെങ്കിൽ സൈക്ലോൺസിനെ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഏത് ഓർഗനൈസേഷനാണ്, ഏത് ഇന്ത്യൻ ഓർഗനൈസേഷനാണ് നമുക്ക് കറക്റ്റ് വാർണിംഗ്സ് തരുന്നത്, തന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ISR ആണോ, IMD ആണോ, NDRF ആണോ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണോ? ISRO, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്? ആരാണ് ഇങ്ങനത്തെ സൈക്ലോൺസിനെ പറ്റിയിട്ടൊക്കെ അറിവ് തരുന്നത്? IMD ആണ്, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനെ കുറിച്ചിട്ടുള്ള വാർണിംഗ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ദി വിമൻസ് റിസർവേഷൻ ബിൽ പാസ്ഡ് ഇൻ സെപ്റ്റംബർ 2023 റിസർവ്സ് വാട്ട് പെർസെന്റേജ് ഓഫ് സീറ്റ്സ് ഫോർ വിമൻ ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ്? നമ്മൾ ഫെമിനിസ്റ്റെ പറ്റി പറയുമ്പോൾ 2023 കുറച്ചെങ്കിലും സീറ്റുകൾ സ്ത്രീക്കും മത്സരിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു നിയമമായിട്ട് വന്നിട്ടുള്ളത്. അത് എത്ര ശതമാനത്തിലാണ് സ്ത്രീക്ക് മത്സരിക്കാം എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 2023 ഈ ബില്ല് വന്നിട്ടുള്ളത്. വിമൻസ് റിസർവേഷൻ ബിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് സ്ത്രീകൾക്ക് ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലീസിലും മത്സരിക്കാം എന്നുള്ള ഒരു പെർസെൻറ്റേജ് വന്നിട്ടുള്ളത്? 25%, 33%, 50%, 66%? ഒരു ആൻസർ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് വെട്ടിക്കളയാം. 50% ഒന്നും നമ്മൾ പുരുഷന്മാര് സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല, അല്ലെ? നമ്മൾ തന്നെ തീരുമാനിക്കും, നമ്മൾ തന്നെ കാര്യങ്ങൾ എടുക്കും. എന്നിട്ട് നമ്മൾ പറയും നിങ്ങൾ ഇത്രയും മത്സരിച്ചാൽ മതി, എന്നിട്ട് നമ്മൾ പറയും ഫെമിനിസം ഉണ്ടെന്ന്. അപ്പൊ വിമൻസ് റിസർവേഷൻ ബില്ലിൽ എത്ര ശതമാനമാണ് സ്ത്രീകൾക്ക് മത്സരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ്? 33%-ത്തിലാണ് ഇപ്പോൾ ഉള്ള പെർസെൻറ്റേജ് എന്നിരിക്കുന്നത്. ഓക്കെ, വിച്ച് ബിൽ എയിംസ് ടു റീപ്ലേസ് ദ ഇന്ത്യൻ പീനൽ കോഡ്? നമ്മൾ എന്നും പറയാറുള്ള IPC, അല്ലെ? കുറെ സിനിമകൾ പറഞ്ഞിട്ടുള്ള IPC 1860. അപ്പൊ IPC എന്നാ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. 1860 ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അടുത്തിറങ്ങിയ ഒരു ബില്ല് ഇന്ത്യൻ പീനൽ കോഡിനെ മാറ്റി അതിന്റെ സ്ഥാനത്തേക്ക് പുതിയ പേര് കൊണ്ട്, പുതിയ നിയമങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത ബിൽ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ബിൽ 2023, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അമെന്റ്മെന്റ് ബിൽ 2023, ലോക്പാൽ ബിൽ 2023. ഡയറക്റ്റ് ചോദ്യമാണ്, എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ്, നമ്മൾ മാത്രമല്ല ഇന്നത്തെ ന്യൂസ് ചാനലുകളെല്ലാം. അപ്പൊ ഏതാ ഉത്തരം? ഭാരതീയ ന്യായ സംഹിത ബിൽ എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, വിച്ച് മിഷൻ മാർക്ഡ് ഇന്ത്യസ് ഫസ്റ്റ് സക്സസ്ഫുൾ സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ മൂൺസ് സൗത്ത് പോൾ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളരെയധികം സന്തോഷിച്ചതും സ്റ്റാറ്റസ് ഇട്ടതുമായ ഒരു പോസ്റ്റാണിത്. സൗത്ത് പോളിൽ നമ്മൾ പോയി ലാൻഡ് ചെയ്തു എന്നുള്ളത്. എന്നാൽ ആ മിഷന്റെ പേര് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, ഗഗൻയാൻ. ഇതിൽ ഏതാണ് ആ ഒരു സൗത്ത് പോളിലേക്ക് പോയിട്ട് ഉണ്ടായിരുന്നത്? ചന്ദ്രയാൻ 3-ലായിരുന്നു നമ്മൾ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തത്. സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, റോവറൊക്കെ ഇറങ്ങിയത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് സോളാർ മിഷൻ ലോഞ്ച്ഡ്? ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ആദിത്യ L1, മംഗളയാൻ 2, ആസ്ട്രോസാറ്റ് 2, GSAT-20. ഏറ്റവും എളുപ്പമുള്ളതാണ്, ആദിത്യ L1 ആണ്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. വിച്ച് പ്രോജക്ട് എയിംസ് ടു പ്രൊവൈഡ് ടാപ്പ് വാട്ടർ കണക്ഷൻസ്
to every rural household in India by 2024. എല്ലാ വീടുകളിലേക്കും ടാപ്പ് വാട്ടർ എത്തിക്കണം എന്നുള്ളത് ഏത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നതാണ്? ജൽ ജീവൻ മിഷൻ ആണോ, സ്വച്ഛ് ഭാരത് മിഷൻ ആണോ, നമാമി ഗംഗെ മിഷൻ ആണോ, അമൃത് മിഷൻ ആണോ? രണ്ട് ഓപ്ഷൻസ് ഡയറക്റ്റ് ആയിട്ട് വെട്ടിക്കളയാം. സ്വച്ഛ് ഭാരത് എന്താണെന്ന് നമുക്കറിയാം, നമാമി ഗംഗ എന്ന് പറഞ്ഞാലും നമുക്ക് എന്താണെന്ന് അറിയാം. ഇനി അമൃതും ജൽജീവനും മാത്രമേ ഉള്ളൂ. ജൽജീവൻ മിഷൻ ആണ് ഈ ടാപ്പ് വാട്ടർ എല്ലാ റൂറൽ ഏരിയയിലേക്കും എത്തിക്കണമെന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ മോട്ടോ എന്താണ്, അതിന് എന്ത് വാചകമാണ് പറയുന്നത് എന്നുള്ള ചോദിച്ചാൽ ഹർ ഘർ ജൽ, എല്ലാ വീട്ടിലും ജലം എന്നുള്ളതാണ് അവരുടെ മോട്ടോ. വാട്ട് ഈസ് ദ ടാർഗറ്റ് ഇയർ ഫോർ ഇന്ത്യ ടു അച്ചീവ് 5 ട്രില്യൺ എക്കോണമി? 5 ട്രില്യൺ എക്കോണമി ഡോളറിൽ എത്താൻ ഏത് വർഷത്തിലേക്കാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. 2025, 2027, 2040, 2035. 2027, 2028 വർഷത്തിലേക്കാണ് ഇന്ത്യ ആ ഒരു ടാർഗറ്റ് ഇട്ടിട്ടുള്ളത്. ഇപ്പൊ 2025 ആയിപ്പോ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ബിക്കേം ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് എ യൂണിവേഴ്സൽ ബേസിക് ഇൻകം സ്കീം ഇൻ 2023? അത് നല്ലൊരു പരിപാടിയാണ്. ബേസിക് ഇൻകം, യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഏത് സ്റ്റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കേരളമാണോ, തമിഴ്നാടാണോ, സിക്കിമാണോ, മഹാരാഷ്ട്രയാണോ? കേരളത്തിന് നമുക്ക് വെട്ടിക്കളയാല്ലേ, നമ്മൾ അങ്ങനെയൊന്നും നല്ല കാര്യമൊന്നും ചെയ്യില്ല. തമിഴ്നാട് ആണോ, സിക്കിമാണോ, മഹാരാഷ്ട്രയാണോ? വന്നിട്ടുള്ളത് സിക്കിമിലാണ്. ഓക്കെ, സിക്കിമിലാണ് ആദ്യത്തെ UBI അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം വന്നിട്ട് ഉള്ളത്. വിച്ച് സ്റ്റേറ്റ് ഹോസ്റ്റഡ് 27th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ഇൻ ജാനുവരി 2024? ഇതും സാധ്യതയുള്ളതാണ്. യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നാഷണൽ ഇവന്റ്സിന്റെ കാര്യം ചോദിക്കാറുണ്ട്. തമിഴ്നാട് ആണോ, മഹാരാഷ്ട്രയാണോ, കേരളയാണോ, കർണാടകയാണോ എന്നാണ് ചോദിക്കുന്നത്. 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ മഹാരാഷ്ട്രയാണ് അതിന് വേദിയായിട്ടുണ്ടായിരുന്നത്. 2024 ഉണ്ടായിരുന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ മഹാരാഷ്ട്രയായിരുന്നു. ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ 2024? നല്ല ചോദ്യമാണ്. കോർട്ടിനെ പറ്റി, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. 2024 പുതിയതായി നിയമിതനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? CJI ആരാണെന്നാണ് ചോദിക്കുന്നത്. DY ചന്ദ്രചൂഡാണോ, സഞ്ജീവ് ഖന്നയാണോ, UU ലളിതാണോ, NV രമണയാണോ? ഇതിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അതിന് മുൻപ് ഉണ്ടായിരുന്നായിരുന്നു DY ചന്ദ്രചൂഡ്. നമ്മളെ ഭയങ്കരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുള്ള ആളായിരുന്നു ചന്ദ്രചൂഡ്. ഇപ്പൊ വന്നിട്ടുള്ളത് സഞ്ജീവ് ഖന്നയാണ്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ലോഞ്ച്ഡ് ദ ആർദ്രം മിഷൻ 2.0 അല്ലെങ്കിൽ 2.0 ഇൻ 2024 ടു ഇംപ്രൂവ് ഹെൽത്ത് കെയർ സർവീസസ്? ആ പേര് കേട്ടാൽ തന്നെ അറിയാം ആരാണ്. തമിഴ്നാടാണോ, കേരളമാണോ, കർണാടകയാണോ, ആന്ധ്രയാണോ? ആർദ്രം. കേരളത്തിലാണ് ആർദ്രം മിഷൻ വന്നിട്ടുള്ളത്. അതിന്റെ 2.0 നമ്മളാണ് നടത്തിയത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ഷെഡ്യൂൾഡ് ഫോർ ലോഞ്ച് ഇൻ 2024? നല്ലൊരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ ചന്ദ്രയാനെ പറ്റി ചോദിച്ചു. ഇനി ചോദിക്കുന്നു, മനുഷ്യനെ, ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ ആദ്യമായി ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ, അതായത് ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുപോകാൻ, ആകാശത്തിലേക്ക്, ശൂന്യാകാശത്തിലേക്ക്, സ്പേസിലേക്ക് കൊണ്ടുപോകാനുള്ള മിഷന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഗഗൻയാൻ ആണോ, ചന്ദ്രയാൻ 4 ആണോ, ആദിത്യ L2 ആണോ, മംഗൾയാൻ 2 ആണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഗഗൻയാനാണ് നമ്മുടെ ഈ സ്പേസ് ഫ്ലൈറ്റ് ഉണ്ടാക്കിയത്. വിജയ് രാഘവൻ കമ്മിറ്റി recently seen in news was constituted by which ministry? വിജയരാഘവൻ കമ്മിറ്റി ഏത് മിനിസ്ട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിയിലാണ്, ഏതിന്റെ പ്രകാരമാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണോ, ഹോം അഫയേഴ്സ് ആണോ, ഫിനാൻസ് ആണോ, പവർ ആണോ? അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അടിയിലാണ് വന്നിട്ടുള്ളത്. വിജയരാഘവൻ കമ്മിറ്റി വന്നിട്ടുള്ളത് ഡിഫൻസിന്റെ അടിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും അവരെ? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് വിളിയും. DRDO എന്നാണ് നമ്മൾ ബേസിക്കലി പറയാറുള്ളത്. 1958 DRDO നമുക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ AICTE ഇൻവെസ്റ്റർ നെറ്റ്വർക്ക്? എന്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ AICTE ഇൻവെസ്റ്റർ നെറ്റ്വർക്കിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്? പ്രൊവൈഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻലി ഇൻ റൂറൽ ഏരിയാസ്, digitalize the education sector, strengthening the support ecosystem for edutech innovators, promoting yoga education to students. ഈ AICTE എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ തന്നെ പകുതി ഇതിലെ ഉത്തരമായി കഴിഞ്ഞു അല്ലെ.
ടെക്നിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതൊരു ബോഡിയാണെന്ന് നമ്മൾ റെഗുലേറ്ററി ബോഡിയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കയറി കണ്ടോളൂ. റൈറ്റ്. ഇനി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? സ്ട്രെങ്തനിങ് ദ സപ്പോർട്ട് എക്കോസിസ്റ്റം ഫോർ എഡ്യൂടെക് ഇന്നോവേറ്റേഴ്സ്. അതാണ് നമ്മൾ AICTE ഇൻവെസ്റ്റേഴ്സ് നെറ്റ്വർക്കിന്റെ പ്രധാന കാര്യം, എയിം. രത്ലം റിയാവാൻ ഗാർലിക്. ഗാർലിക് അറിയാലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഗാർലിക്. അത് കുറച്ച് ദിവസത്തിന് മുമ്പ് GI ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്താ GI ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഓക്കെ, അത് ഇന്ന പ്രദേശത്ത്, പ്രത്യേക പ്രദേശത്ത് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മളെ കേരളത്തിൽ ആറന്മുള കണ്ണാടി നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു സ്ഥലവുമാണ്. ഓക്കെ, അപ്പൊ ഈ രത്ലം റിയാവൻ ഗാർലിക് GI ടാഗ് ലഭിച്ചത് ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ഗാർലിക് ആണ് എന്നാണ് ചോദിക്കുന്നത്. ഗാർലിക് മധ്യപ്രദേശാണോ, ബീഹാറാണോ, ഒഡീഷയാണോ, ത്രിപുരയാണോ? ഗാർലിക് എന്തായാലും ഏത് പ്രദേശങ്ങളിലാണ് ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പൊ ബേസിക്കലി അത് വന്നത്, ഈ GI ടാഗ് ലഭിച്ചത് മധ്യപ്രദേശിൽ നിന്നാണ് ഗാർലിക്കിന് ലഭിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെയാണ് ഈ ഒരു ഗാർലിക്. ഓക്കെ, ഇനി സബ്റൂം ലാൻഡ് പോർട്ട് SLP ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഇത് നമ്മളെ സംബന്ധിച്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ്. ത്രിപുര, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം. ഇതിൽ ഏതിലാണ് SLP അല്ലെങ്കിൽ സബർലൂം ലാൻഡ് പോർട്ട് ഉള്ളത്? ത്രിപുരയിലാണ് SLP ഉള്ളത്. നമ്മുടെ ബാക്കിയുള്ള പുറത്തേക്കുള്ള വ്യാപാരമൊക്കെ നടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ SLP എന്ന് പറയുന്നത്. അത് ത്രിപുരയിലാണ് ഉള്ളത്. ഇനി ഫാനി യവര ട്രൈബ്. ഫാനി യറവ ട്രൈബ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ വിച്ച് സ്റ്റേറ്റ്? ട്രൈബ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ അവരുടെ കൾച്ചറും ഫോക്ലോറൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. ഇതിൽ ഏതിലാണ് ഫാനി യറവ ട്രൈബ് ഉള്ളത്? നമ്മളുടെ കേരളത്തിലുള്ള ട്രൈബുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അവരുടെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവരുമായിട്ട് എന്തെങ്കിലും സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കർണാടകയിലാണ് ഫാനി യറവ ട്രൈബ് ഉള്ളത്. ക്ഷിപ്ര റിവർ, അത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ക്ഷിപ്ര ഗോപി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ക്ഷിപ്ര റിവർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് സിറ്റി? ഏത് സിറ്റിയുടെ അടുത്താണ് ക്ഷിപ്ര റിവർ ഉള്ളത്? ഉജ്ജയിനാണോ, വാരണാസിയാണോ, മധുരയാണോ, വഡോദരയാണോ? ഉജ്ജയിനാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലെ ഒരു സ്ഥലമാണ് ഈ ഉജ്ജയിൻ എന്ന് പറയുന്നത്. 4 തീരങ്ങളിൽ വെച്ചിട്ടാണ് നമ്മുടെ കുംഭമേള നടക്കുന്നത്. ആ 4 സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഉജ്ജയിൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷിപ്ര റിവറും അവിടെയാണ് ഉള്ളത്. Where was the Formula for car racing event was organized? ഫോർമുല ഫോർ കാർ റേസിംഗ് എവിടെയാണ് ഓർഗനൈസ് ചെയ്തത്? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ശ്രീനഗർ, ഉത്തരാഖണ്ഡ്, ന്യൂഡൽഹി, ബാംഗ്ലൂരു. നമ്മൾ അധികം കേൾക്കാത്തൊരു ഇവന്റ് ആണ്. അപ്പോൾ എവിടെയാണ്? ശ്രീനഗറിലാണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCIL റീസെന്റ് സൈൻഡ് ആൻ MOU വിത്ത് whom to enhance peaceful use of nuclear energy. ഇത് നമ്മൾ ഈ എനർജി അല്ലെങ്കിൽ ബാക്കിയുള്ളതുമായിട്ട് ആരൊക്കെ ഒപ്പിട്ടു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവരാരുമായിട്ടാണ് ഒപ്പിട്ടത്? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണോ, നാഷണൽ കാഡറ്റ് കോർപ്സ് ആണോ, അതായത് NCC ആണോ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണോ, CISF ആണോ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണോ, CSIR? നിങ്ങൾ CSIR നെറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആരുമായിട്ടാണ് NPCIL അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു സൈൻ ചെയ്തത്? എന്തിന്? ന്യൂക്ലിയർ എനർജി പീസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു സൈൻ ചെയ്തത് ആര് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നത്. അത് വന്നിട്ടുള്ളത് NCCയുമായിട്ടാണ്. നമ്മൾ വിചാരിക്കും CSIRO CISFO ഒക്കെ ആയിരിക്കും, പക്ഷേ വന്നിട്ടുള്ളത് NCC നാഷണൽ കാഡറ്റ് കോർപ്സിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The Archaeological Survey of India has decided to delist how many സെൻട്രലി പ്രൊട്ടക്റ്റഡ് മോണുമെന്റ്സ്? നോക്കൂ, നമ്മൾ പ്രധാനമായിട്ട് ഇന്ത്യയിൽ സംരക്ഷിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. പുതിയ സർക്കാരിന്റെ കുറെ നിയമങ്ങൾ പ്രകാരം ആർക്കിയോളജിക്കൽ സർവേക്കാർ പറഞ്ഞു നമുക്ക് കുറെ മോണുമെന്റ്സിനെ ഡീലിസ്റ്റ് ചെയ്യണം. അതായത് അതൊന്നും ഇനി മോണുമെന്റ്സ് ആയിട്ട് നിലനിൽക്കില്ല. അതിന് പല പൊളിറ്റിക്കൽ റീസൺസും ഉണ്ടായിരിക്കാം. എന്നാൽ അത് എത്ര മോണുമെന്റ്സിനെയാണ് ബാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. 16, 17, 18, 20. എത്രയാണ് കറക്റ്റ്? 18 മോണുമെന്റ്സിനെ ഡീലിസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി
ഒരു ഡയറക്റ്റ് ചോദ്യം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 നടക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ ആരായിരിക്കും മുഖ്യാതിഥി? നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 1 ചോദിച്ചു 2024 ആരായിരുന്നു നമ്മളുടെ റിപ്പബ്ലിക് ദിനങ്ങൾക്ക് വന്ന പ്രധാന ഫോഴ്സ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നുള്ളവരാന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അടുത്തത് 2025 റിപ്പബ്ലിക് ദിനത്തിൽ ആരായിരിക്കും മുഖ്യ അതിഥി എന്നാണ് ചോദിക്കുന്നത്. പ്രബോവോ സുബിയാന്തോ, ആസിയാൻ നേതാക്കൾ, ആസിയാൻ കരാറൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അബ്ദുൾ ഫത്താഹ് അൽ സിസി. ഇതിൽ ആരാണ്? പ്രബോവോ സുബിയാന്തോ ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 2025 റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കുന്ന നമ്മളുടെ ആള്. ഓക്കെ, അദ്ദേഹം. ഇനി പറയുന്ന അവകാശങ്ങളിൽ ഏതാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്? പ്രധാനപ്പെട്ട ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് PSCയിൽ പോലും കണ്ടിട്ടുള്ളതാണ്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയും, അതില് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അംബേദ്കർ പറഞ്ഞു അതൊരു അവകാശമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെയാണോ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്? അതോ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തിനെയാണോ പറഞ്ഞത്? അതോ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെയാണോ പറഞ്ഞത്? അതോ സമത്വത്തിനുള്ള അവകാശത്തിനെയാണോ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വെട്ടിക്കളയാം. കാരണം എന്താ, ഓൾറെഡി നമ്മൾ പ്രിയാമ്പിളിൽ ചർച്ച ചെയ്ത, പക്ഷെ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കാൻ സുപ്രീം കോർട്ട് വരെ പോകാനുള്ള നിങ്ങൾക്ക് അധികാരത്തിന് ഉണ്ട്. അതിനാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അത് നിങ്ങൾ കീഴ്ക്കോടതി നിങ്ങളെ അവിടെ തന്നെ തടഞ്ഞ് ഇനി മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്വാതന്ത്ര്യവും സമത്വം എല്ലാം ഇല്ലാതായി. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എത്രയും അറ്റം വരെ പോയി നിങ്ങൾക്കുള്ള അവകാശങ്ങളെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞതാണ് ഇതിന് അർത്ഥം. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇപ്പൊ കറണ്ട് അഫയർ ആയിട്ട് പറയുന്നതാണ്, ഒരു 1-2 മാസത്തിനുള്ളിൽ നടന്നതാണ്. ആരാണ് ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്? പ്രശസ്തനായ കൈതപ്രം ദാമോദരൻ നമ്പൂരി. നമ്മുടെ സിനിമാ ഗാനങ്ങൾ എഴുതുന്ന അദ്ദേഹത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ 2023. ഇനി 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി, സമ്മിറ്റിന്റെ വേദി ഏതാണെന്നാണ് ചോദിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുന്നത്? നാഗ്പൂരിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എവിടെ വെച്ചിട്ടാണ് 2024 പരിപാടികൾ നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. യുനെസ്കോ ആണ്, പക്ഷെ അവർ ഇപ്രാവശ്യം വരുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിലാണ് നമ്മളെ പ്രശസ്തമായിട്ടുള്ള കുറെ മോണുമെന്റ്സ് നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം, ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഉദ്ഘാടനവും പേരും ഒക്കെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഉത്തരം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നറിയപ്പെടുന്ന അടൽ സേതു ആണ്. ഓക്കെ, അടൽ സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. അതിന് വേറൊരു പേര്, അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. ഇനി ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല. കാരണം ഇത് പറയാനുള്ള കാരണം, നമ്മളൊരു 5-8 വർഷം മുന്നേ ഭയങ്കര പ്രശ്നവും നമ്മളെ പ്രശസ്തനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റിനെ ഒരു നമ്മുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻകാർ തല്ലലൊക്കെ ഉണ്ടായി. അന്ന് അവർ പറഞ്ഞത് വിദേശ സർവകലാശാലകളൊന്നും ഇവിടെ പാടില്ല, നമുക്കുള്ള പൈസയൊക്കെ പോകുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നിന്നുള്ള കുറെ കുട്ടികൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങോട്ട് കയറി പോകുന്നതിന് പകരം അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാൽ മതി എന്നുള്ളത്. ഇത് പണ്ട് തന്നെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ചോദ്യം, ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആരാണ് ആദ്യമായി ഇവിടെ സർവകലാശാല തുടങ്ങിയത്? ഡീക്കിൻ സർവകലാശാലയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എവിടെ നിന്നുള്ളതാണത്? ഓസ്ട്രേലിയയിൽ നിന്ന് ഉള്ളതാണ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഡീക്കൻ സർവകലാശാലയാണ് ആദ്യ വിദേശ സർവകലാശാല. ഇനി എവിടെയാണ് അതുള്ളത്? അഹമ്മദാബാദിൽ, അതായത് ഗുജറാത്തിലാണ് ആദ്യത്തെ വിദേശ സർവകലാശാല വരുന്നത്. നോക്കൂ, പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം ഗുജറാത്തിലാണ് വന്നു പോകുന്നത്. കേരളമോ തമിഴ്നാടോ ഒന്നും അതിനെ വില കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇവിടെ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്നായി പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം.